ഹായ് മക്കളെ, നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമാന്തര ശ്രേണികളുടെ 7ാമത്തെ ഭാഗത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ പേജ് നമ്പർ 26 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെടാ, 2 സമാന്തര ശ്രേണികളുടെ എക്സാമ്പിൾസ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് എക്സാമ്പിൾ നമ്പർ 1, ഇത് എക്സാമ്പിൾ നമ്പർ 2. ഓക്കെ മക്കൾ ശ്രദ്ധിച്ചു നോക്കണം. ഒരു സ്ഥലത്ത് 2, 4, 6, 8, 10 എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് 2 വരുന്നൊരു സീക്വൻസ് ആണ്. ഇവിടെ 3, 6, 9 പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് 2 അല്ല 3 വരുന്ന രണ്ടാമത്തെ ഒരു സീക്വൻസ് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പഠിച്ചതും ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് മക്കൾ, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഒന്ന്, ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു സാധനമായിരുന്നു, മക്കൾ നോക്കണം. എടാ, ഒരു ശ്രേണിയിലെ ഒരു സീക്വൻസിലെ അടുത്തടുത്തുള്ള 3 ആൾക്കാർ A, B, C ആണെങ്കിൽ B എന്ന് പറയുന്ന ആളെ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു A+C/2 ആണെന്നുള്ള കാര്യം. അത് നമുക്ക് ഈ കാണുന്ന സ്പേസിലേക്ക് ആവശ്യമുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ 4 എന്ന് പറയുന്ന മിഡിൽ ടേം കിട്ടാൻ അല്ലേ, ഈ കാണുന്ന 2 ആൾക്കാരെ കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ കാണുന്ന 4 കിട്ടണം. ആണോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കണം. 2 + 6 / 2 അല്ലേ, 8/2 വിച്ച് ഇസ് ഈക്വൽ ടു 4. ശരിയാണ് ആ പറഞ്ഞിട്ടുള്ള സാധനം. നമുക്ക് വേറൊരു സ്പേസിലൊന്ന് വർക്ക് ചെയ്ത് നോക്കി നോക്കണം. ഈ ചെറിയ നമ്പറുകളിലല്ല, കുറച്ച് വലിയ നമ്പറിൽ ഈ 3 ആൾക്കാരൊന്ന് വർക്ക് ചെയ്ത് നോക്കി നോക്കാം. മക്കൾ നോക്കിയോടാം, 10ഉം 14ഉം കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 10ഉം 14ഉം കൂടെ കൂട്ടിയാൽ കിട്ടേണ്ട ഉത്തരം എന്ന് പറയുന്നത് 24ആണ്. 24ൻ്റെ പകുതി എന്ന് പറയുന്ന ആരാടാ? തീർച്ചയായിട്ടും 12. ഇനി വേറൊരു എക്സാമ്പിൾ, ഈ 2 അല്ലാത്ത കോമൺ ഡിഫറൻസ് വരുന്നൊരു എക്സാമ്പിൾ നമുക്ക് ഈ കാണുന്ന ഭാഗത്ത് എന്ത് ചെയ്യും, ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. മക്കൾ നോക്കിയിടാം, 3ഉം 9ഉം കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ കൃത്യമായിട്ട് അവിടുത്തെ മിഡിൽ ടേം ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള സാധനം B = A+C/2 ഇയാളെ നമുക്ക് റിപ്പീറ്റ് ആവശ്യമുണ്ട്. അയാളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടോപ്പിക്കിലും പഴയതുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ടോപ്പിക്ക് പറയുന്നത് സം എന്ന് പറയുന്ന ആളെ കുറിച്ചാണ് മക്കളെ. ഈ സം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? തുക, കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ശ്രേണി തന്നിട്ട് മക്കളോട് 1ാമത്തെ ടേം മുതൽ ഇത് ഫസ്റ്റ് ടേം ആണ്, ഇത് സെക്കൻഡ് ടേം ആണ്, ഇത് തേർഡ് ടേം ആണ്, ഇത് 4th ടേം ആണ്, ഇത് 5th ടേം ആണ്, ഇത് 6th ടേം ആണ്, ഇത് 7th ടേം ആണ്. 1ാമത്തെ ടേം മുതൽ 7ാമത്തെ ടേം വരെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ മക്കൾ യൂഷ്വലി ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് 2 + 4 + 6 + 8 + 10 + 12 + 14. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അതിന് വേണ്ടിയിട്ടൊരു ഇക്വേഷൻ പഠിപ്പിച്ചു തരാം. മക്കൾ നോക്കിയ ഇക്വേഷൻ ഇങ്ങനെയാണ്. സം = n × മിഡിൽ ടേം. നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കും ചെയ്യാം കേട്ടോ. സം = n × മിഡിൽ ടേം. മക്കളെ ശ്രദ്ധിക്കണം, തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഗുണിക്കണം മധ്യപദം. തുക എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? n ഗുണിക്കണം മധ്യപദം എന്നുള്ള. എടാ നോക്കി നോക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു n കൊണ്ട് സൂചിപ്പിക്കുന്നത് പദങ്ങളുടെ എണ്ണമാണ്, നമ്പർ ഓഫ് ടേംസ് ആണ്. നോട്ട് ചെയ്ത് വെക്കണം മക്കളെ, n കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ടേംസ് അഥവാ പദങ്ങളുടെ എണ്ണം എന്നുള്ളതാണ്. ഇവിടെ നോക്കിയാൽ മക്കൾക്ക് മനസ്സിലാവും, 1, 2, 3, 4, 5, 6, 7 പദങ്ങളാണുള്ളത്. അപ്പം ഞാൻ അവിടെ n പകരം 7 എന്നുള്ളത് കൊടുക്കുന്നു. ഓക്കെ, മിഡിൽ ടേം ഈ 7 ആൾക്കാരെ വരിക്ക് നിർത്തിയതിൽ ആരാണ് മക്കളെ നടുവിലാൾ? അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. 8ാമത്തെ 4th ടേം ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ 7 × x4 എന്ന് എഴുതുന്നുണ്ട്. ഈ x4 എന്ന് പറയുന്ന ആൾ 8 വാല്യൂ എന്ന് നമുക്കറിയാലോ. അപ്പോൾ 7 × 8 എഴുതി കഴിഞ്ഞാൽ അവിടെ നമുക്ക് 56 എന്ന് പറയുന്നതായിരിക്കും റിസൾട്ട്. മക്കളൊന്ന് ജസ്റ്റ് കൂട്ടി വെക്കടാം. 2ഉം 4ഉം 6, 6ഉം 6ഉം 12ഉം 8ഉം 20ഉം 10ഉം 30ഉം 42ഉം 14ഉം 56. അപ്പം അങ്ങനെ ആഡ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമായിട്ട് നമ്മളൊരു ഇക്വേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിലേക്ക് മാറിയതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന സ്ഥലത്ത് മക്കൾക്കൊന്ന് സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ നോക്കി വെക്കടാ. സം = n × മിഡിൽ ടേം. നമ്മൾ പഠിച്ചതല്ലേ, സം = n × മിഡിൽ ടേം. തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഗുണിക്കണം മധ്യപദം. മക്കളെ നോക്കി വെക്കടാ, 1, 2, 3, 4, 5 ടേം അല്ലേ അവിടെ ഉള്ളത്. അപ്പോൾ n എന്ന് പറയുന്ന ആൾ 5 ആണ്. ഇൻറ്റു 5 ആൾക്കാരെ വരിക്ക് നിർത്തി കഴിഞ്ഞാൽ നടുവിലുള്ള ആൾ എന്ന് പറയുന്നത് ആരായിരിക്കും? തേർഡ് ടേം ആയിരിക്കും. ഇവിടെ തേർഡ് ടേം ആരാ മക്കളെ? 9 ആണ്. അപ്പോൾ 5 × 9 45 എന്ന് പറയുന്ന റിസൾട്ട് വരുന്നുണ്ട്. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം, ആണോല്ലോ ഒന്ന്. 3ഉം 6ഉം 9ഉം 9ഉം 18ഉം 12ഉം 30ഉം 15ഉം 45ആണ്. അങ്ങനെ ആഡ് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ അപ്പോൾ മേ ബി ഇപ്പം ഞാൻ ഈ അല്ലെങ്കിൽ ഞാനിത് തുക കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ കൂട്ടിയൊരു സ്പീഡിൽ മക്കൾ പറയാം, അല്ല സാർ ഇതന്നെയല്ലേ എളുപ്പമുള്ള മെത്തേഡ്. മേ ബി ആയേക്കാം. പക്ഷേ ഈ ചെറിയ ആൾക്കാർ തരുമ്പോഴാണ് നമുക്കൊരു 100 ആളുടെ സമ്മ് 200 ആളുകളുടെ സമ്മൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുമ്പോൾ ഓരോരുത്തരായിട്ട് ഇരുന്ന് കൂട്ടുക എന്ന് പറയുന്ന നടപടിയാവുന്ന കാര്യമല്ല. അപ്പോൾ ഇതാണ് 2ാമത്തെ ടോപ്പിക് അവിടെ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ B = A+C/2 എന്ന് പറയുന്ന ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സം = n × മിഡിൽ ടേം എന്ന് പറയുന്ന 2ാമത്തെ പോയിന്റ് പറഞ്ഞു. ഒരാളെയും കൂടെ നമുക്ക് പറയാനുണ്ട്.
അടുത്ത സ്പെഷ്യാലിറ്റി ഞാൻ പറയുന്ന മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാനിവിടുത്തെ ഫസ്റ്റ് ടേമും 7th ടേമും തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് x1 + x7 ഫസ്റ്റ് ടേമും 7th ടേമും നമുക്കറിയാം 2ഉം 14ഉം കൂട്ടിയപ്പോൾ എനിക്ക് 16 എന്ന് പറഞ്ഞ ഉത്തരമാണ് കിട്ടിയത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കി നോക്കുക. ഞാൻ അടുത്ത സാധനം ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഐഡിയ കിട്ടും ഞാൻ എങ്ങോട്ടേക്ക് ഇയാളെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നോക്കടാ, 2ാമത്തെ ടേമും അതേപോലത്തെ 6ാമത്തെ ടേമും ഞാനൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. 2ാമത്തെ ടേമും 6ാമത്തെ ടേമും അപ്പോൾ എങ്ങനെയായിരിക്കും മക്കൾ ഉണ്ടാവുക? x2 + x6 ഉണ്ടാവുക. x2 എന്ന് പറയുന്നത് 4 ആണ്, x6 എന്ന് പറയുന്നത് 12 ആണ്, അതും 16 റിസൾട്ട് വന്നത്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ നോക്കിയേക്കടാ, x3യും ഈ കാണുന്ന x5ഉം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. മക്കൾ നോക്കി നോക്കാം. x3 + x5 നോക്കിയേ റിസൾട്ട് നോക്കി നോക്കിയടാ. അയാളെ ചെയ്താൽ എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അവിടെ x3 എന്ന് പറയുന്നത് 6 ആണ്, 10 ആണ്. ആൻസർ അയാളും 16 ആയിരിക്കും വരും. പരിപാടി കഴിഞ്ഞു. ഇതാണ് നമുക്ക് അടുത്ത സ്റ്റേറ്റ് ചെയ്യേണ്ട രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത്. നോക്കി നോക്കടാ, ഇയാൾ എങ്ങനെയാണ് ഒരുപോലത്തെ ആൻസർ വരിക ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ പൊസിഷൻസ് ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് സെയിമാണ്. 1ഉം 7ഉം 8ഉം ആണ്, 2ഉം 6ഉം 8ഉം ആണ്, 3ഉം 5ഉം 8ഉം ആണ്. അതുകൊണ്ടാണ് അവരുടെ സമ്മ് എന്ത് ചെയ്യുന്നത് ഒരേ റിസൾട്ട് തരുന്നത്. നമുക്ക് എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇതാ വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ആൾക്കാർ മക്കളെ x1 ആണ്, ഇയാൾ x2 ആണ്, ഇയാൾ x3 ആണ്, ഇയാൾ x4 ആണ്, ഈ കാണുന്ന ആൾ x5 ആണ്. ഓക്കെ, ഞാൻ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കണം. ഞാൻ x5 അവിടെ നിന്ന് എടുത്ത് കളയും. നമുക്ക് 4 ആളെ വെച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കി വെക്കാം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നോക്കടാ, ഈ കാണുന്നതിൽ ഫസ്റ്റ് ടേമും 4th ടേമും ഞാനൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. x1 + x4 = 3 + 12 ആൻസർ 15 മക്കളെ വരുന്നുണ്ട്. നോക്കടാ, ഇവിടെ ഒന്ന് നോക്കി നോക്കിയാൽ മക്കൾ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുന്നത്. x2ഉം x3യും ആഡ് ചെയ്യുന്നു. x2 + x3 = 6 + 9 അയാളുടെ ആൻസറും 15. അപ്പോൾ ആര് സെയിം ആണെങ്കിലും നോക്കടാ, ഈ കാണുന്ന 1ഉം 4ഉം കൂട്ടിയ 5 ആണ്, 2ഉം 3ഉം കൂട്ടിയ 5 ആണ്. അവരുടെ പൊസിഷൻസ് ആഡ് ചെയ്യുന്ന റിസൾട്ട് സെയിം ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ സമ്മ് എന്തായിരിക്കും ഇടാ സെയിം ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഇടാം. ആകെ 2 ചോദ്യം ചെയ്യേണ്ടടാ, ഒക്കെ ഒരുപോലത്തെ ആളുകളാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം മക്കൾ എങ്ങനെയായിരിക്കും ഇയാളെ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ളത്. ഫസ്റ്റ് ക്ലൂ ചോദ്യം തരുന്നത് പേജ് നമ്പർ, നമ്മൾ ഏത് പേജിലെ ക്വസ്റ്റ്യനാണെന്ന് അറിയുക ചെയ്യുന്നത്, പേജ് നമ്പർ 26 ക്വസ്റ്റ്യനുകളാണ്. ദ 4th ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 8. നമുക്ക് എഴുതി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ 4ാം പദം 8 ആണ്. നമ്മുടെ ഭാഷയിലേക്ക് ഞാൻ അയാളെ മാറ്റി എഴുതുന്നുണ്ട്. x4 = 8. ഇനി അവർ പറയുകയാണ് ഫൈൻഡ് ദ സം ഓഫ് പെയേഴ്സ് ഓഫ് ടേംസ് ഗിവൺ ബിലോ. ചുവടെ പറയുന്ന പദങ്ങളുടെ തുകയാണ്. ആദ്യം 3ാമത്തെയും 5ാമത്തെയും ചോദിച്ചു. എടാ ഇവിടെ നോക്കി നോക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ x3 കഴിഞ്ഞ് x4 വന്നിട്ടല്ലേ മക്കളെ x5 വരിക. ഈ അടുത്തടുത്തുള്ള 3 ആളുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചതല്ലേ. എയും ബിയും സിയും അടുത്തടുത്ത ടേം ആണെങ്കിൽ b = a + c/2 ആയിരിക്കുമെന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ സെയിം തിയറി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാലോ x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും ഇടാ, x3യും x5ഉം കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x3 + x5 / 2. നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന 4th ടേം 8 ആണ് എന്നുള്ള കാര്യം ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് എഴുതുന്ന നോക്കണം. ആ x4 പകരം 8 എഴുതിയിട്ട് x3 + x5 / 2 എന്ന് കൊടുക്കുന്നുണ്ട്. ആ 2നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ മക്കളെ. അങ്ങനെയാണെങ്കിൽ 8 × 2 = x3 + x5 എന്ന് മാറും. 16 = x3 + x5. നമ്മളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഈ കാണുന്ന 3ാമത്തെയും 5ാമത്തെയും ടേം കൂട്ടിയാൽ എത്രയാണെന്നാണ് ചോദിച്ചത്. നമ്മൾ ഓൾറെഡി അയാൾ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ആൻസർ 16 ആണ്. 3ാം പദവും 5ാം പദവും കൂട്ടിയാൽ കിട്ടേണ്ട ഉത്തരം. പരിപാടി കഴിഞ്ഞു. ഓക്കെ, അടുത്ത നമ്മളോട് ചോദിച്ചാൽ 2ാമത്തെയും 6ാമത്തെയും 2ാമത്തെ ടേമും 6ാമത്തെ ടേമും കൂട്ടിയാൽ എത്രയാണെന്നുള്ള ചോദിച്ചു. നമുക്ക് കണ്ടുപിടിക്കാം. എടാ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് മക്കളെ ഈ കാണുന്നതിൽ 3ഉം 5ഉം കൂട്ടിയാൽ 8 അല്ലേ, 3ഉം 5ഉം കൂട്ടിയാൽ 8 അല്ലേ. ഇവർ ചോദിച്ചാൽ 2ഉം 6ഉം സെക്കൻഡ് ആൻസർ. അപ്പോൾ ആ കാണുന്ന ആൾ നമുക്ക് x2 + x6 എന്നല്ലേ എഴുതാനുണ്ടാവും. മക്കളെ നോക്കി നോക്കിയടാ, 3ഉം 5ഉം 8 ആണ്, 2ഉം 6ഉം 8 ആണ്. അപ്പോൾ ഇതേ 16 തന്നെയായിരിക്കും എവിടെയും വരുന്നുണ്ടാവും മക്കളെ. ഈ കാണുന്ന ആളുടെ റിസൾട്ടായിട്ടും വരുന്നുണ്ടാവും. സിമ്പിൾ പരിപാടി. അടുത്ത ഞാൻ ഒന്നും മീൻസ് മെനക്കെട്ട് എഴുതാന്നില്ല. സി ക്വസ്റ്റ്യൻ നോക്കി നോക്കടാ. സിമ്പിൾ പരിപാടിയാണ്. 1ഉം 7ഉം 1ാമത്തെ പദവും 7ാമത്തെ പദവും 1
x1 + x7 അവിടെയും 8 തന്നെയാണ് കിട്ടുക എന്ന് നമുക്കറിയാം. അയാളുടെ റിസൾട്ടും വരാൻ വേണ്ടി പോകുന്നത് നേരത്തെ പോലെ തന്നെ 16 എന്ന് പറയുന്ന റിസൾട്ടാണ്. കഴിഞ്ഞു. ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ അതോടുകൂടെ കഴിഞ്ഞു. ഇനി അതിലൊരു രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മക്കളെ, വാട്ട് ഈസ് ദ സം ഓഫ് 3rd, 4th ആൻഡ് 5th ടേം? കുറച്ച് അധികം ആൾക്കാർ മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ടേം കൂട്ടിയാൽ എത്രയാണെന്നുള്ള നോക്കി നോക്കാം. അപ്പം എങ്ങനെ ആഡ് ചെയ്യാം മക്കളെ? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് x3 കൂട്ടണം, x4 കൂട്ടണം, x5 കൂട്ടണം അല്ലേ? അതിൽ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ് ഈ കാണുന്ന x3യും x5ഉം കൂട്ടിക്കഴിഞ്ഞാൽ 16 നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അയാൾക്ക് പകരം ഞാൻ അവിടെ 16 എഴുതുന്നുണ്ട്. പ്ലസ് ഈ x4 ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് മക്കളെ. ആരാണടാ? 8 ആണെന്ന്. അപ്പോൾ ഞാനിവിടെ 8 എന്ന് എഴുതുന്നുണ്ട്. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മക്കളെ 24 എന്ന് പറയുന്നതാണ് റിസൾട്ടായിട്ട് വരിക. 16ഉം 8ഉം കൂട്ടിയിട്ട് 24 എന്ന് പറയുന്ന ആളാണ് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക? ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അയാളും കഴിഞ്ഞല്ലോ. ഇനി അടുത്ത് നോക്കണം, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഫ്രം 2nd to 6? രണ്ടാമത്തത് മുതൽ ആറാമത്തത് വരെയുള്ള 5 ടേംസിൻ്റെ സമ്മാണ് നമ്മളോട്. അപ്പോൾ ആരൊക്കെയാണ് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുന്നത് നമുക്ക് ജസ്റ്റ് നോക്കി വെക്കാം. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ x1 ഇല്ല, x2 മുതൽ x6 വരെ. x2 ഉണ്ടാവും, അവിടെ x3 ഉണ്ടാവും, x4 ഉണ്ടാവും, x5 ഉണ്ടാവും, x6 ഉണ്ടാവും. ഈ കാണുന്ന ആളുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് പറയേണ്ടത്. നമുക്ക് ഓൾറെഡി സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ. എന്താ മക്കളെ നമ്മൾ പഠിച്ചത്? സം ഇസ് ഈക്വൽ ടു n ഇൻറ്റു മിഡിൽ ടേം. ഇങ്ങനെയാണല്ലോ പഠിച്ചത്. സം ഇസ് ഈക്വൽ ടു n ഇൻറ്റു മിഡിൽ ടേം. തുക സമം n ഗുണിക്കണം മധ്യപദം. ഇവിടെ എത്ര ആൾക്കാരുണ്ട് മക്കളെ? എണ്ണിയൊക്കെ 1, 2, 3, 4, 5 ആളുകളാണുള്ളത്. 5 ഇൻറ്റു ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്ന ആരാണ്? നടുവിലുള്ള ആൾ എന്ന് പറയുന്നത് ആരാ മക്കളെ? x4 ആണ്. അപ്പോൾ 5 ഇൻറ്റു x4 എന്ന് എഴുതുന്നുണ്ട് കേട്ടോ. വിച്ച് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു ഈ കാണുന്ന x4 8 ചോദ്യം പറഞ്ഞാലേ. അപ്പോൾ ഞാൻ അവിടെ 8 കൊടുക്കുന്നു. ആൻസർ എത്രയായിരിക്കും മക്കളെ വരുന്നുണ്ടാവുക? 40. സിമ്പിളാണ്. ആ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ആൾക്കാർ ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് 40 ആണ്. നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയണം മക്കളെ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സബ് ക്വസ്റ്റ്യൻ അതിൽ, വാട്ട് ഈസ് ദ സം ഓഫ് 7 ടേംസ് ഫ്രം 1 to 1st to 7th? ഇപ്പോൾ 5 എണ്ണത്തിൻ്റെ ചോദിച്ചതിന് പകരം ഇവർ 7 എണ്ണത്തിൻ്റെ ചോദിക്കുന്നത്. നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ ആരൊക്കെ മക്കളെ നമ്മൾ കൂട്ടാനുണ്ടാവുക? x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട്, x4 ഉണ്ട്, x5 ഉണ്ട്, x6 ഉണ്ട്, x7 ഉണ്ട്. ഓൾറെഡി നമ്മൾ ഇക്വേഷൻ പഠിച്ച ആൾക്കാരാണല്ലോ. എന്താ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത്? സം ഇസ് ഈക്വൽ ടു n ഇൻറ്റു മിഡിൽ ടേം. തുക സമം n ഗുണിക്കണം മധ്യപദം. ആയിക്കോട്ടെ. ഇവിടെ എത്ര ആൾക്കാരുണ്ട് മക്കളെ? ഒന്നാമത്തത് മുതൽ 7ാമത്തത് വരെ 7 ആളുകളാണ് അവിടെ ഉള്ളത്. ഈ കാണുന്നതിൽ ആരാണ് മിഡിൽ ടേം എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. മിഡിൽ ടേം ഉണ്ടോ? യെസ്, അവിടെയും മിഡിൽ ടേം ആരാ മക്കളെ? x4 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 7 ഇൻറ്റു ഇവിടുത്തെ x4 ഓൾറെഡി 8 ആണ് നമ്മളോട് പറഞ്ഞല്ലേ. 7 ഇൻറ്റു 8 എന്ന് ഞാൻ എഴുതുന്നുണ്ട് മക്കളെ. അവിടെ റിസൾട്ട് വരിക 56 എന്നുള്ളതാണ്. അതോടുകൂടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സിമ്പിൾ പരിപാടി കേട്ടോ. ദ കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 2. തന്ന ഡാറ്റയൊക്കെ ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 2 ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കേണ്ടത് d is equal to 2. ആൻഡ് ദ സം ഓഫ് 9th, 10th ആൻഡ് 11th ടേം ഇസ് 90. 9ാമത്തെയും 10ാമത്തെയും 11ാമത്തെയും പദങ്ങൾ കൂട്ടിയപ്പോൾ 90 കിട്ടി. അപ്പോൾ നമ്മുടെ ഭാഷയിലേക്ക് വരുന്ന സമയത്ത് മക്കൾ നോക്കി നോക്കടാ, x9ഉം x10ഉം x11ഉം കൂടി ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറാണ് ആര് എന്ന് പറയുന്നത്? 90 എന്ന് പറയുന്നത്. ഇതിൻ്റെ ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത്. അപ്പം നിർബന്ധമായും കോമൺ ഡിഫറൻസ് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ടേം കിട്ടിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഓരോ ആളുകളെയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് നമുക്ക് ഓർമ്മയുണ്ട്. ഓരോ ആളുകളെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടൊന്ന് എഴുതാം. ഞാൻ പറയാം എങ്ങനെയാണ് അയാളെ എഴുതുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കണേ. നോക്കടാ, ഈ x9, x10, x11 എന്നൊക്കെ നമ്മൾ വിളിച്ച ഓരോ ആളുകളെയും ഞാൻ മാറ്റി എഴുതുന്നുണ്ട്. നോക്കിക്കേ, ഞാൻ ഈ x9നെ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 8 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയ ആൾ f+8d എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ മുന്നേയും ചെയ്തിട്ടുണ്ട് നമ്മൾ കേട്ടോ. x10നെ ഞാൻ ആദ്യ പദത്തിൻ്റെ കൂടെ 9 പ്രാവശ്യം കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ചേർത്ത ആളാണെന്ന് വിളിക്കുന്നു. x11നെ അതുപോലെ f+10d എന്ന് വിളിക്കുന്നു. അങ്ങനെ ഈച്ച് ആൻഡ് എവരി ആൾക്കാരെ ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട് മക്കളെ. അങ്ങനെ ആഡ് ചെയ്തിട്ട് കാരണം നോക്കിയാൽ മനസ്സിലാവും. x9നെയാണ് ഇങ്ങനെ മാറ്റി എഴുതിയത്, x10നെ ഇങ്ങനെ മാറ്റി എഴുതി, x11നെ ഇങ്ങനെ മാറ്റി എഴുതി. അപ്പോഴും ആൻസർ മാറുന്നൊന്നുമില്ല. 90 തന്നെയായിരിക്കും. മക്കൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 1, 2, 3 എഫുകളുണ്ട്. ഞാൻ അവരെ കമ്പൈൻ ചെയ്തിട്ട് അടുത്ത ലൈനിൽ 3f എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ മക്കളെ. അടുത്ത ലൈനിൽ അവരെ 3f എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് നോക്കടാ, എത്ര ഡികളുണ്ട് ഇവിടെ? 8d ഉണ്ട്, 9d ഉണ്ട്, 10d ഉണ്ട്. 8d 9d കൂടി ചേർത്താൽ 17d,
8D 9D ചേർത്താൽ 17D, അതിലേക്ക് 10D കൂടെ വരുമ്പോൾ 27D ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, 27D, അപ്പോഴും 90 എന്ന് തന്നെയാണ് ആൻസർ കിട്ടുന്നത്. ഈ പറഞ്ഞിട്ടുള്ള D എന്ന് പറയുന്ന ആളുടെ വാല്യൂ ചോദ്യം ഓൾറെഡി 2 ആണ് തന്നിട്ട് ഞാൻ എന്നാൽ ഇവിടെ നിന്ന് മാറ്റി എഴുതാം. 3F + 27 ഇൻറ്റു ഡിക്ക് പകരം ഞാൻ 2 എന്ന് കൊടുക്കുന്നുണ്ട് മക്കളെ, വിച്ച് ഇസ് ഈക്വൽ ടു അപ്പോഴും 90 തന്നെയാണ് വരേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണല്ലോ. വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. 3F + ആ 27 ഇൻറ്റു 2 എന്ന് പറയുന്ന ആളെ നമുക്ക് മാറ്റിയിട്ട് 54 എന്ന് എഴുതുന്നുണ്ട് ഞാൻ, വിച്ച് ഇസ് ഈക്വൽ ടു അയാളെ മാറ്റിയിട്ട് 54 എന്ന് എഴുതുന്നുണ്ട് മക്കളെ. 27 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 90. ഇതിൽ നിന്ന് 3F കിട്ടാൻ വേണ്ടിയിട്ട് 90 മൈനസ് 54 ആണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, F = 90 - 54 ചെയ്ത് നമുക്ക് ഇവിടെ 36 ആണ് കിട്ടേണ്ടത് മക്കളെ. F = 36 ഡിവൈഡഡ് ബൈ 3, F = 12 എന്നുള്ള ആൻസർ ആണ് മക്കൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, അവിടെ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് x1 കിട്ടി, ആരാ മക്കളെ 12 ആണ്. x2 ആരാ മക്കളെ D കൂട്ടുക, അപ്പോൾ 14 എന്നുള്ള ആൻസർ കിട്ടും. 2 കൂട്ടി എഴുതിയ കേട്ടോ. x3 = വീണ്ടും 16 എന്ന് പറയുന്ന ആൾ. ഇങ്ങനെയാണ് ഈ ചോദ്യം. അപ്പോൾ അതുകൂടി ചെയ്യുമ്പോൾ 2 ചോദ്യങ്ങളാണ് സബ് ക്വസ്റ്റനോടുകൂടി ഈ പേജുകളിലുള്ളത്. നമ്മൾ ആ ടോപ്പിക് എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ അവസാനിപ്പിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.